കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ശനിയാഴ്ച സന്ധ്യാസമയം, രാത്രി സമയം കർത്താവിന്റെ തിരുസന്നിധിയിൽ 1-1.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ഫേസ്ബുക്ക് പേജിലും ആയി വീണ്ടും ഒരു വിഷയവുമായി നിങ്ങളെ സമീപിക്കുവാൻ ദൈവം ഒരുക്കിയ സമയത്തിനായിട്ട് അത്യധികമായി ദൈവത്തെ സ്തുതിക്കുന്നു. ചില ശാരീരികവും രോഗപരമായ വിഷയങ്ങളാൽ നമുക്ക് ഇത് ഒരു 1.5 മാസത്തേക്ക് പോസ്റ്റ് ചെയ്യേണ്ടി വന്നു. എങ്കിലും ഇന്ന് ഞങ്ങൾ വീണ്ടും പഴയതുപോലെ ഈ പ്രോഗ്രാം ബുധനാഴ്ചയും ശനിയാഴ്ചയും 9 മണിക്ക് രാത്രി നടത്തിവിടുന്ന പ്രോഗ്രാം പുനരാരംഭിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷയെ സ്നേഹിച്ചും പങ്കുവച്ചും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദിയും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലും ഞങ്ങൾ ഒരു ഖണ്ഡന വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന തലമുറയിൽ സുവിശേഷം ഉപജീവന മാർഗമാക്കി തീർക്കുകയും കർത്താവിന്റെ നിർമ്മല സുവിശേഷത്തെ പലവിധമായ ദുരുപദേശങ്ങൾ കൊണ്ട് ലളിതമായ ഒരു മാർഗം സ്വീകരിക്കുന്ന വഴി സ്വർഗരാജ്യത്തിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈബിളിന്റെ അടിസ്ഥാന ഉപദേശങ്ങളെ തുച്ഛീകരിക്കുകയും വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്ന സഭകൾ എന്ന് പറയുന്ന സംവിധാനങ്ങൾ കൂണുപോലെ മുളച്ചു പൊന്തുകയും അവ പെട്ടെന്ന് തന്നെ വളർന്നു വികസിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ആണ് ഞാനും നിങ്ങളും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബൈബിളിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ ഒരു അറിവ് ലഭിച്ചിട്ടില്ലാത്ത പലരും ഇത്തരം ആളുകളുടെ ദുർപദേശങ്ങൾ കുടുങ്ങി അവരുടെ ആത്മീയത നഷ്ടപ്പെട്ടത് പോകുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത്തരം വീഡിയോകളെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിരന്തരം ഖണ്ഡന വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം ആളുകളെ തന്നെ ഞങ്ങൾ ഓൺ സ്ക്രീനിൽ കൊണ്ടുവന്ന് അവരുമായിട്ട് സംവാദം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഞങ്ങൾക്ക് ഇത്തരം ആളുകളെ ഇന്ന് കിട്ടാതെ ആയിട്ടുണ്ട്. അതിന്റെ കാരണമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ആരെന്നും ഞങ്ങളുടെ ശുശ്രൂഷയുടെ രീതി എന്തെന്നും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പലരും ഞങ്ങൾ വിളിക്കുന്ന മീറ്റിങ്ങുകളിലേക്ക് വരാറില്ല. കാരണം ഞങ്ങളെ ഉയർത്തി പറയുകയല്ല, പക്ഷെ ഞങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരമുള്ള ശുശ്രൂഷ നിർവഹിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്ക് ഞങ്ങളുടെ വാദങ്ങളെ ഖണ്ഡിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയിട്ടുള്ളത് കൊണ്ടും ഞങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇത്തരം ആളുകളുടെ വീഡിയോ എടുത്തു കൊണ്ടുവന്ന് അത് പ്രദർശിപ്പിച്ച് അതിൽ അവർ പറയുന്ന ദുരുപദേശത്തെ ഖണ്ഡനം ചെയ്ത് വെളിപ്പെടുത്തുക എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി അടുത്ത കാലത്തായി വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഗേറ്റ് മിനിസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ദുരുപദേശ സഭ ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, നിങ്ങൾ ഒരാളെ ദുരുപദേശ സഭ എന്ന് പറയുമ്പോൾ നിങ്ങളുടേത് ഉപദേശമുള്ള സഭയാണോ? ഉപദേശമുള്ള സഭ ഏതാണ്, ദുരുപദേശമുള്ള സഭ ഏതാണെന്ന് അറിയണമെങ്കിൽ ബൈബിൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കണം. അപ്പോൾ ബൈബിൾ അറിയാതെ ഇരുട്ടിലായിരിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ പറയുന്നത് ദുരുപദേശമാണെങ്കിൽ തിരുവെഴുത്തുകളെ ഉപയോഗിച്ച് അത് ഖണ്ഡിച്ച് കാണിക്കാനായിട്ട് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഒരല്പസമയം ഞങ്ങള് ഈ ഗേറ്റ് മിനിസ്ട്രീസിന്റെ ഒരു വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം ആ വീഡിയോയെ ആസ്പദമാക്കി തിരുവെഴുത്തുകളെ സംബന്ധിച്ച് അവർ ഈ വീഡിയോയിൽ പ്രസ്താവിക്കുന്ന കാര്യങ്ങളുടെ ആധികാരികത തിരുവെഴുത്തുകൾ പ്രകാരം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ ഈ സംബന്ധിക്കുന്ന ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ എറണാകുളത്ത് നിന്നും പാസ്റ്റർ ജോയ് കെ ജോസഫ് ഉണ്ട്, കാക്കനാട് നിന്നും ഞങ്ങളുടെ ബ്രദർ വിൽസൺ ബെഞ്ചമിൻ ഉണ്ട്, ഒപ്പം ദുബായിൽ നിന്നും സൈമൺ ബെഞ്ചമിൻ, ഇവിടെ എന്നോടൊപ്പം പാസ്റ്റർ രാജു ദാനിയൽ ഉണ്ട്, ഒപ്പം ഒരു സഹോദരനുമുണ്ട്. ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കേട്ടതിന് ശേഷം ഈ വീഡിയോയെ ആസ്പദമാക്കിയുള്ള ചിന്തകൾ നിങ്ങൾ സശ്രദ്ധം ശ്രവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കാൻ ഞാൻ ഇതിന് മറുപടി പറയുവാനായിട്ട് ക്രിസ്തുവിൽ ആശ്രയിക്കുക. ഒന്നാമതായിട്ട് ഈ കൽപ്പന കർത്താവ് നൽകിയത് ജാതികളായി എനിക്ക് നിങ്ങൾക്കുമാണോ? നിങ്ങളൊന്ന് സാവധാനം ചിന്തിച്ചു നോക്കണം. ഈ
കർത്താവ് നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ള കൽപ്പന തന്നത് ജാതികളായി എനിക്ക് നിങ്ങൾക്ക് ആണോ? തീർച്ചയായിട്ടും അല്ലേ അല്ല. ഞാൻ അല്പം കൂടെ അതിനെ വെളിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കാം. ഇവിടെ കർത്താവ് ഈ കാര്യങ്ങൾ എല്ലാം പറയുന്നത് യഹൂദ ജനത്തോടാണ്. കർത്താവ് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, കൽപ്പന കൊടുത്തു എന്നുള്ളത് ശരിയാണ്, ഇത് തന്നെയാണ് കൽപ്പന എന്നുള്ളതും ശരിയാണ്. പക്ഷെ കൊടുത്തിരിക്കുന്ന ജനം ആരാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജാതികളായി കിടന്നിരുന്ന എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ഒരു ഗ്രേറ്റ് കമ്മീഷൻ അല്ല ഈ വാക്യങ്ങളിൽ പറയുന്ന ഈ പ്രസ്താവനകൾ. ഇത് ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ദൈവജനമാണ്. അവരോടുള്ള വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിന്റെ ഭാഗമായി കർത്താവ് ലോകത്തിലേക്ക് വന്നിരിക്കുക. കർത്താവിന്റെ ഉലകത്തിലെ 3.5 വർഷത്തെ ശുശ്രൂഷ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ, യഹൂദ ജനത്തിന്റെ ഇടയിലാണ്. അല്ലാതെ ജാതീയ രാജ്യങ്ങളിലോ ജാതികൾക്ക് രക്ഷ കൊടുക്കുന്ന ഒരു മാർഗം പ്രസ്താവിക്കാനോ അല്ല കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. ഒരു ജാതിയെയും രക്ഷിക്കുന്ന കാര്യം കർത്താവിന്റെ ആ ലോകത്തിലെ മിനിസ്ട്രിയിൽ കർത്താവ് പറയുന്നില്ല. എന്നാൽ നമുക്ക് രക്ഷ ലഭിച്ചത് കർത്താവിൽ കൂടിയാണ്, കർത്താവിന്റെ ക്രൂശിൽ കൂടിയാണ്. അതിന്റെ റൂട്ട് വേറെയാണ്. അത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളിൽ പറയുന്ന ഉപദേശമല്ല. ആ 4 സുവിശേഷങ്ങളിൽ കൂടെ പറയുന്നത് യഹൂദ ജനത്തെ ഉദ്ധരിക്കുവാനായിട്ടും അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുവാൻ വേണ്ടി കർത്താവ് മശിഹയായിട്ട് ലോകത്തിൽ അവതരിച്ചിരിക്കുക. അവരോട് കർത്താവ് ശുശ്രൂഷിക്കുന്ന ഭാഗവും അവരുടെ സ്വർഗരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കുകയും അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളും സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാനുള്ള ദൈവിക പദ്ധതികളെയും കുറിച്ച് ദൈവം അവരോട് ശുശ്രൂഷിക്കുന്ന 4 സുവിശേഷങ്ങളാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇതിൽ ജാതികളായി കിടന്നിരുന്ന എനിക്കും നിങ്ങൾക്കും രക്ഷയ്ക്കായിട്ട് അവിടെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും നമുക്ക് വേണ്ടി പറഞ്ഞിട്ടില്ല. അല്പം ക്ഷമയോടെ തന്നെ ശ്രദ്ധിക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. കർത്താവ് യേശു ക്രിസ്തു സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. കർത്താവ് ഈ ലോകത്തിൽ വരുന്നത് യഹൂദന്മാരുടെ രാജാവായിട്ടാണ്. ഇസ്രായേൽ ജാതിയുടെ ഇടയിൽ യഹൂദ ദേശത്ത് അവരുടെ മശിഹയായിട്ട് ലോകത്തിൽ അവതരിക്കുക. കർത്താവ് ലോകത്തിൽ അവതരിക്കുമ്പോൾ തന്നെ ഈ ആട്ടിടയന്മാര് അല്ലെന്നുണ്ടെങ്കിൽ വിദ്വാൻമാര് വന്ന് ചോദിക്കുന്നത്, യഹൂദന്റെ രാജാവായി പിറന്നവൻ എവിടെ? ഇസ്രായേലിന്റെ രാജാവ്, ഇസ്രായേലിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഇവിടെ ജനിക്കുന്നത് യഹൂദന്മാരുടെ രാജാവായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ അവതരിക്കുന്നത്. ആ ഒരു ശുശ്രൂഷ, അതിന്റെ പർപ്പസ് വേറെയാണ്. അത് ഒരു വാഗ്ദത്ത നിവർത്തീകരണം അവിടെ നടക്കുക. അവിടെ അല്ല ജാതികളായ ഞാനും നിങ്ങളും ക്രിസ്ത്യാനികളാകുന്നതും രക്ഷിക്കപ്പെടുന്നതും. ക്ഷമയോടെ എന്നെ ശ്രദ്ധിച്ചാലും കർത്താവ് മരിക്കുമ്പോൾ കർത്താവിന്റെ ക്രൂശിന്റെ മേലെ എഴുതി വെച്ചിരിക്കുന്ന മേലെഴുത്ത് കണ്ടോ? അതിലും പറഞ്ഞിരിക്കുന്നത് ഇവൻ യഹൂദന്മാരുടെ രാജാവ്. യഹൂദന്മാരുടെ ഇടയിൽ കർത്താവ് ഒരു കനാന്യ സ്ത്രീ, ഒരു ജാതീയ സുറഫോനിക്കാരിയായിരിക്കുന്ന ഒരു ജാതീയ സ്ത്രീ വന്ന് കർത്താവിന്റെ ഇടയ്ക്ക് ഒരു അനുഗ്രഹം ചോദിക്കുമ്പോഴും കർത്താവ് അവളോട് പറയുന്നത്, മക്കളുടെ അപ്പം അതെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. യു ആർ എ ജെന്റൈൽ ഡോഗ്. നീ ഒരു നായ്ക്കുട്ടിയാ. ഇത് മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം എന്നെ അയച്ചിരിക്കുക. ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല. മക്കളുടെ അപ്പം അതെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. ഒരു അന്യജാതിക്കാരി, ഒരു സ്ത്രീ വന്ന് കർത്താവിന്റെ ഇടയിൽ ഒരു അനുഗ്രഹം ചോദിക്കുമ്പോഴും കർത്താവിന്റെ പ്രതികരണം അങ്ങനെ. അത് അന്യായമല്ല, വളരെ ന്യായമാണ്. കാര്യം കർത്താവ് വന്നിരിക്കുന്നത് യഹൂദന്റെ ഇടയിലേക്ക് ജാതികളെ രക്ഷിക്കുന്ന ഒരു പദ്ധതി അല്ല ആ 3.5 വർഷത്തെ കർത്താവിന്റെ ലോകത്തിലെ മിനിസ്ട്രി എന്ന് പറയുന്നത്. അത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. അവിടെ ഒരു ജാതിയെയും രക്ഷിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഈ ഒരു യഹൂദിയ വിശ്വാസവും അവരുടെ ആരാധനകളും അവിടുത്തെ ന്യായപ്രമാണത്തിലെ നീതി നിവർത്തിയാക്കുന്ന വിഷയങ്ങളും അവരോട് സ്വർഗരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന കാര്യങ്ങളുമാണ്. ഇവിടെ ഒന്നും താങ്കൾ ആ ഒരു വിളിക്ക് യോഗ്യനല്ല, താങ്കൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അവിടെ പറയുന്നില്ല. എന്നെ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീഡിയോ നിങ്ങൾ സശ്രദ്ധം കേട്ടിരിക്കാം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചു എന്ന് അദ്ദേഹം 2 പ്രാവശ്യം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അവതരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇൻകാർനേഷൻ എന്ന് പറയും. ഇൻകാർനേഷൻ എന്നൊരു പദം ബൈബിളിൽ ഒരു ട്രാൻസ്ലേഷനിൽ ഉപയോഗിച്ചായിട്ട് നമ്മൾ കാണുന്നില്ല. അവിടെ നമ്മൾ പ്രത്യക്ഷത അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്.
എന്താണ് ഇൻകാർണേഷനും അതുപോലെ തന്നെ പ്രത്യക്ഷതയും തമ്മിൽ, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ദൈവം സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന അനാദിയായി ശാശ്വതമായ ദൈവം, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത ദൈവം ഒരു പ്രത്യക്ഷത സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതെങ്കിൽ, ഇൻകാർണേഷൻ എന്ന് പറയുന്നത് ഒരു ഫോമിൽ നിന്ന് ഒരു വ്യക്തി മറ്റൊരു ഫോമിലേക്ക് മാറുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ അടിസ്ഥാനം തന്നെ ഇല്ലാതെയായിട്ട്, ദൈവം എന്ന ഒരു കാര്യം ഇല്ലാതെയായി തീർന്ന, പിതാവ് എന്ന് പറയുന്ന അസ്തിത്വം ഇല്ലാതെ തന്നെ പുത്രനിലേക്ക് മാറുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് ഇൻകാർണേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത്. ഒന്ന് ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ മാറ്റിവെച്ചാൽ, എന്റെ ചോദ്യം ഞാൻ പാനലിസ്റ്റുകളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം അതിന്റെ 19ഉം 20ഉം വാക്യമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. ഈ 19-20 വാക്യങ്ങളിൽ അവിടെ കർത്താവ് ഭൂലോകത്തൊക്കെയും പോക്കി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊണ്ട് അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ശിഷ്യരാക്കിക്കൊള്ളുവൻ എന്ന് പറയുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം സ്നാനത്തെ സംബന്ധിച്ചുള്ള വൈവിധ്യമല്ല. അത് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ സ്നാനം എന്ന് പറയുന്ന കർത്താവ് കൽപ്പിച്ചതായി, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മെയിൻ സ്ട്രീം പെന്റക്കോസ്റ്റൽസ് അവകാശപ്പെടുന്ന ഗ്രേറ്റ് കമ്മീഷൻ, അത് കേവലം യഹൂദ മത അനുസാരികളായവർക്ക് മാത്രമുള്ളതാണോ? അങ്ങനെ എന്തെങ്കിലും ബൈബിളിൽ പറയുന്നുണ്ടോ? അതിന് എന്തെങ്കിലും ബൈബിളിൽ നിന്ന് തെളിവ് സംഘടിപ്പിച്ചു തരാൻ കഴിയുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളൊരു വിശകലനത്തിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദ്യം ചോദിക്കേണ്ടത് ജോയ് പാസ്റ്ററോടാണ്. മത്തായി 28:19 കൽപ്പന ഒരു യഹൂദ ഓഡിയൻസിനെ മുൻനിർത്തിക്കൊണ്ട് കർത്താവ് കൽപ്പിച്ച കൽപ്പനയാണോ? അതിൽ യഹൂദന്മാരല്ലാത്ത ജാതികളായ ഏതെങ്കിലും ഒരു മതസമൂഹത്തിലുള്ള ആളുകൾക്ക് ആ കൽപ്പന പ്രകാരമുള്ള സ്നാനം, അത് ട്രിനിറ്റിയിലും വണ്ണസിലും ഏകനാമത്തിലും എടുക്കുന്ന സ്നാനമായിക്കോട്ടെ, സ്നാനം എന്തു തന്നെയായാലും അവിടെ പറയുന്ന 28-19 സ്നാന വെളിപ്പാടിനെ സംബന്ധിച്ചല്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അവിടെ പറയുന്ന സ്നാനം യഹൂദനും ഉള്ളതാണോ, ജാതികൾക്കുള്ളതാണോ, യഹൂദനും ജാതികൾക്കും ഒരുപോലെ ബാധകമാണോ? അങ്ങനെയെങ്കിൽ അതിന്റെ ഉപോത്ബലകമായ തെളിവുകൾ എന്താണ് തിരുവഴുത്തിൽ നിന്ന് തരാനുള്ളത്? ഇതാണ് എനിക്ക് ജോയ് പാസ്റ്ററോട് ചോദിക്കാനുള്ള ചോദ്യം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാനലിലുള്ള എല്ലാ ദൈവദാസന്മാർക്കും നന്ദി അറിയിക്കുന്നു. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ നല്ല ഒരു ചോദ്യമാണ് കർത്താവിന്റെ ദാസൻ അവിടെ നാം കേട്ട വീഡിയോയുടെ ആധാരത്തിൽ ചോദിച്ചത്. വാസ്തവത്തിൽ അദ്ദേഹം പകുതി പറയുന്നത് ശരിയാണ്, പൂർണ്ണമായിട്ട് സത്യം പറയുന്നില്ല എന്നാണ് നമ്മൾ ആ വ്യക്തിയുടെ ഓരോ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യേശു ക്രിസ്തു ഇസ്രായേലിനെ മാത്രം രക്ഷിക്കാൻ വന്നവനാണോ? വാസ്തവത്തിൽ യേശു ക്രിസ്തുവിന്റെ കടന്നുവരവ് അവൻ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കാൻ ദൈവ കുഞ്ഞാടെന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ രാജാവായിട്ട് അവൻ വന്നത് അതിന് ആ മനുഷ്യൻ തന്നെ പറയുന്നുണ്ട്, അവൻ സ്വന്തത്തിലേക്ക് വന്നു. അവൻ സ്വന്തത്തിലേക്കാ വന്നതാണ്. അതിന്റെ അടുത്ത വാക്യം അദ്ദേഹം മറച്ചു വെച്ചു, അത് വെളിപ്പെടുത്തുന്നില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, എന്നാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ആ എല്ലാവരും എന്ന് പറയുന്നത് മനുഷ്യ കുലത്തെ മൊത്തമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണത്തിന് മുൻപ്, മരണം അടക്ക ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് തന്റെ ശുശ്രൂഷകൾ, താൻ പറഞ്ഞ ശുശ്രൂഷകളെല്ലാം ആ സഹോദരൻ പറഞ്ഞതുപോലെ യഹൂദ ജാതിയെ ഉദ്ദേശിച്ചുള്ള ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. താൻ ഇസ്രായേൽ ജനത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് തന്റെ ശിഷ്യന്മാരെ അയച്ചതെന്ന് പറയുന്നു. അതേ കർത്താവ് തന്നെ ലൂക്കോസിന്റെ സുവിശേഷം മർക്കോസ് 16-15-16 വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കും, വിശ്വസിച്ച് സ്നാനം എടുക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പം സ്നാനത്തിന്റെ യഥാർത്ഥ അർത്ഥം യേശു ക്രിസ്തുവിന്റെ മരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പിന് പങ്കാളിയായി തീരുകയാണ് സ്നാനത്തിന്റെ യഥാർത്ഥ അർത്ഥം.
അപ്പൊ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപേ ഈ സ്നാനത്തിന്റെ ഉപദേശത്തെ കുറിച്ച് പറയണ്ട കാര്യമില്ല. യഹൂദന്മാർക്ക് കൊടുക്കുന്ന യഹൂദന്മാര് മശിയെ അംഗീകരിപ്പാൻ അവൻ രാജാവാണ് എന്നും യഹൂദന്മാരുടെ രാജാവ് എങ്ങനെ വരുമെന്നും ഒക്കെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം യേശു ക്രിസ്തു കടന്നു വന്നു. എന്നാൽ സ്നാനം പ്രാബല്യത്തിൽ വരുന്നത് യേശുവിന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് സ്നാനം പ്രാബല്യത്തിൽ വരുന്നത്. അപ്പൊ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു. യേശുവിന്റെ മരണത്തോടും അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും ഒരു ദൈവ പൈതൽ, ഒരു വ്യക്തി ഏകീഭവിക്കുന്നതാണ് സ്നാനം എന്നുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ യേശു ക്രിസ്തു യഹൂദന്മാർക്ക് വേണ്ടി മാത്രം വന്നു, യഹൂദന്മാരോട് മാത്രം സംസാരിച്ചെന്ന് പറയുമ്പോൾ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു ക്രിസ്തു അന്ത്യകൽപ്പന കൊടുക്കുമ്പോൾ സർവ്വലോകത്തോടുവാ പറയുന്നു. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. മത്തായിയുടെ സുവിശേഷം 28 19-20 വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്നും സകല ജാതികളെയും ശിഷ്യരാക്കി ആക്കണമെന്നാണ് പറയുന്നത്. അവിടെ ജാതികൾ എന്ന് ഉദ്ദേശിക്കുന്ന യഹൂദനെ അല്ല ഉദ്ദേശിക്കുന്നത്. യഹൂദന്റെ അടുക്കൽ വന്നു, താൻ രാജാവായിട്ട് വന്നു, മശികയാണെന്ന് വെളിപ്പെടുത്തി, താൻ വരാനുള്ള പ്രവാചകനാണെന്ന് താൻ അത് വെളിപ്പെടുത്തി, അതുപോലെ തന്നെ വരാനുള്ള മശിക താൻ തന്നെയാണെന്ന് വെളിപ്പെടുത്തി. നമുക്കറിയാം, ശമരിക്കാരോട് പറയുന്നുണ്ട്, നീ വിശ്വസിക്കുന്നേ വിശ്വസിക്കേ, വരുവാനുള്ള മശിക ഞാൻ തന്നെ എന്ന് യേശു പറയുന്നുണ്ട്. അത് വെളിപ്പെടുത്തിയിട്ടും അവർ അംഗീകരിച്ചില്ല, യേശുവിനെ അംഗീകരിച്ചില്ല. അപ്പം അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവര് അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും സർവ്വ സൃഷ്ടിക്കും യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. യേശു ക്രിസ്തുവിന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള ആ സ്നാനം കർത്താവ് പറഞ്ഞിരിക്കുന്നത് യഹൂദനെ ഉദ്ദേശിച്ചല്ല, അത് സർവമാനവരാശിക്കും വേണ്ടിയാണ്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 47-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, അവന്റെ നാമത്തിൽ മാനസാന്തരവും പാവമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളോട് പറയണം. യെരുശലേം എന്ന് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ തുടങ്ങണമെന്ന, യഹൂദന്മാരുടെ ഇടയിൽ തുടങ്ങണമെന്ന. യഹൂദന്മാരുടെ ഇടയിൽ തുടങ്ങിയിട്ട് അവിടെ കൊണ്ട് നിർത്തരുത്, അത് ജാതികൾക്കും വേണ്ടിയുള്ളതാണ് എന്ന് പറയും. അതിന് തുടർന്ന് നമ്മൾ ബൈബിൾ വ്യക്തമായിട്ട് പഠിച്ച് മുൻപോട്ട് പോയാൽ, ആ സഹോദരൻ പഠിപ്പിക്കുന്ന രീതിയിൽ പകുതി വിഴുങ്ങിക്കൊണ്ടും പകുതി മാത്രം പഠിപ്പിക്കുന്ന ഒരു അവസരവാദപരമായിട്ട് മുൻപോട്ട് പോയാൽ ജനങ്ങൾ അന്ധകാരത്തിൽ തപ്പിത്തടയുക മാത്രമേ ചെയ്യുകയുള്ളൂ. നമ്മൾ വിശുദ്ധ ബൈബിളിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന തിരുവചനങ്ങൾ അംഗീകരിക്കുന്ന അവസരത്തിൽ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ ജാതികളോട് സുവിശേഷം പ്രസംഗിച്ചു. കൊർന്നല്യോസ് ജാതിയിൽപ്പെട്ടവനാണ്, കൊർന്നല്യോസേ നീ ജാതിയാണ്, അതുകൊണ്ട് നീ സ്നാനപ്പെടണ്ട എന്നവിടെ കൊർന്നല്യോസിനെ മാറ്റി നിർത്തിയില്ല. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്ന കണ്ടപ്പോൾ ജാതികളുടെ മേലും, 10-ാം അധ്യായത്തിലാകട്ടോ, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ ജാതികളുടെ മേലും പരിശുദ്ധാത്മാവ് പകരുന്ന കാഴ്ച കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു. ഇനി അവരെ സ്നാനം വിലക്കുവാൻ ആർക്ക് കഴിയും? ഉടൻ തന്നെ പത്രോസ് അവരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ കൽപ്പിച്ചു. അങ്ങനെ സ്നാനം യഹൂദന് വേണ്ടി മാത്രമല്ല എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവ്, സ്നാനത്തിന്റെ അർത്ഥം ആ സഹോദരൻ മനസ്സിലാക്കിയിട്ടില്ല. സ്നാനം വെറുതെ വെള്ളത്തിൽ പിടിച്ചൊന്ന് മുക്കുന്നതല്ല, അല്ലെങ്കിൽ വെള്ളത്തിൽ പിടിച്ചൊന്ന് മുക്കി അല്ലെങ്കിൽ തളിക്കുന്നതല്ല. സ്നാനം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പിന് ഏകീഭവിക്കുക. അപ്പൊ യേശു മരിച്ചതിന് ശേഷം യേശു പ്രസംഗിച്ചത് സർവ്വമാനവരാശിയോടുമാണ്, സകല സൃഷ്ടിയോടുമാണ്, സകല ജാതികളോടുമാണ്. ഈ ജാതികളോട്, സകല ജാതികളോടും നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോകണം, എല്ലാ ജാതികളോടും പറയണം എന്ന് പറഞ്ഞു. ജാതികളെ നിങ്ങൾ ശിഷ്യരാക്കിക്കൊള്ളണം എന്ന് പറയണം. അതുപോലെ തന്നെ ജാതികൾ, കൊർന്നല്യോസാണ് ജാതികളിൽ നിന്ന് ആദ്യമായി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായത്. അത് സ്വർഗം വിലക്കിയില്ല. അവിടെ സ്വർഗം അത് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. തന്റെ മേൽ പരിശുദ്ധാത്മാവരെ പകരുകയാണ് ചെയ്യുന്നത്. അവരെ സ്നാനപ്പെടുത്തുവാൻ ഒന്നാമത്തെ അധികാരം ലഭിച്ച പത്രോസിന്റെ കയ്യിലാണ് താക്കോല് കിട്ടുന്നത്. പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ജാതികളെ സ്നാനപ്പെടുത്തി. അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്
യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണവും അടക്ക ഉയർത്തെഴുന്നേൽപ്പിന്റെയും ബന്ധത്തിൽ സകല മാനവരാശിയും അതിൽ ഉൾപ്പെടുന്നു. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കാനാണ് അവൻ വന്നത്. അതുകൊണ്ട് യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപ് യഹൂദന്മാർക്ക് സന്ദേശം കൊടുത്തു എന്നുള്ളത് സത്യമാണ്. അവിടെ കൊണ്ട് യേശുവിന്റെ ദൗത്യം, ആ യേശുവിന്റെ ദൂത് അവിടെ കൊണ്ട് നിന്നു പോയില്ല. അവന്റെ മരണം അടക്ക ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സകല മാനവരാശിക്കും രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കിയത് നിങ്ങൾ വിശ്വസിച്ച് സ്നാനപ്പെടുന്നവർ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്നാനപ്പെടേണ്ട എന്ന് പഠിപ്പിച്ച് മുൻപോട്ട് പോകുന്ന ആ സഹോദരന്റെ വാക്ക് അത് 100% പൈശാചികന്റെ വാക്കാണ്. അത് ജനങ്ങളെ വഞ്ചിക്കുന്നതാണ്, ജനങ്ങളെ നിത്യനാശത്തിലേക്ക് തള്ളിവിടുവാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് എന്ന് ഈ വചനങ്ങളാൽ ഞാൻ പറയുകയാണ്. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. വളരെ വ്യക്തമാണ്. പാസ്റ്റർ അനവധി തിരുവെഴുത്തുകളെ പിൻബലത്തോടുകൂടിയാണ് ഈ രക്ഷ സാർവത്രികമാണ്, രക്ഷ ഏതെങ്കിലും ഒരു ജാതിക്ക് മാത്രമുള്ളതല്ല എന്ന് വളരെ വ്യക്തമായി സംസാരിച്ചു. നമ്മുടെ കേൾവിക്കാർക്ക്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ഇത് കേൾക്കാൻ ഇടയാകുമെങ്കിൽ വളരെ വ്യക്തമാണ് എന്നുകൂടി ഞാൻ ഇത്തരത്തിൽ ഓർക്കുകയാണ്. ഞാൻ ഒരു ചെറിയ വേദഭാഗം കൂടെ അനുസ്മരിച്ചുകൊണ്ട് എന്റെ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ വിൽസംബറിന്റെ അടുക്കിലേക്ക് വരുമ്പോ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അവന്റെ ഈ ലോകത്തില് അമ്മയായിട്ട് അവന് ഗർഭപാത്രത്തിൽ ജന്മം കൊടുത്ത അല്ലെങ്കിൽ സ്വീകരിച്ച അവന്റെ അമ്മയായ മറിയയുടെ ശുദ്ധീകരണ കാലം തികഞ്ഞ ഒരു സമയത്ത് ഈ ന്യായപ്രമാണ പ്രകാരമുള്ള ശുശ്രൂഷ നിർവഹിക്കാൻ വേണ്ടി അവനെ ദേവാലയത്തിൽ കൊണ്ടുവരുന്ന ഒരു ഭാഗം നമുക്ക് അപ്പോസ്തല ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണാം. അപ്പൊ അവിടെ ആത്മനിയോഗം പ്രാപിച്ച 2 വ്യക്തികൾ ദേവാലയത്തിലുണ്ട്. ഹന്നായും ശിമയോനും എന്ന് പറയുന്ന 2 ദൈവദാസന്മാര്, പ്രവചന ശുശ്രൂഷയുള്ളവരാണ് അവര് ദൈവത്തിന്റെ കർത്താവിന്റെ ഈ ഭൂമിയിലേക്കുള്ള ശുശ്രൂഷയുടെ ഭാഗമായി കർത്താവ് ഈ ഭൂമിയിൽ ജന്മം കൊണ്ട സമയത്ത് അവനെ ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ ശിമയോൻ അവനെ അവന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഏന്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. ഇപ്പോ ഈ ഡിസ്പെൻസേഷൻ പീരീഡ് പറയുന്ന കർത്താവിന്റെ എർത്ത് മിനിസ്ട്രി ജെറുസലേമിൽ നമ്മള് കാണുന്ന അല്ലെങ്കിൽ എലീലയിൽ കാണുന്ന ബാപ്റ്റിസം മുതൽ യേശുക്രിസ്തുവിന്റെ ജ്ഞാനസ്നാനം മുതൽ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ തന്റെ കാൽവരി മരണം വരെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവ് തന്റെ അപ്പോസ്തലന്മാരെ അവിടെ ഒരിക്കലും ഇസ്രായേലിന് പുറത്തു പോയി ഏതെങ്കിലും ജാതികളോട് രക്ഷ അറിയിക്കാൻ പറഞ്ഞില്ല. അപ്പൊ കർത്താവിന്റെ ദാസൻ പ്രാരംഭമായി പറഞ്ഞു ഇസ്രായേലിന്റെ രക്ഷയെ സംബന്ധിച്ചുള്ള പദ്ധതി അവരുടെ മെസ്സിഹയെ കൈക്കൊള്ളുക എന്നുള്ളതാണ്. എന്നാൽ അവരവനെ കൈക്കൊള്ളാതിരുന്നപ്പോഴാണ് അവർക്ക് കർത്താവ് തന്റെ പുനരുദ്ധാനത്തിന് ശേഷം ഈ രക്ഷ സാർവത്രികമായി സകല ജാതികൾക്കുമുള്ള രക്ഷയായിട്ട് മാറ്റുന്നത്. എന്നാൽ അത് അന്നേരം ഒരു ഫെയിലായ മിനിസ്ട്രി അങ്ങനെ സംഭവിച്ചതുകൊണ്ട് മാറ്റുകയല്ല. പക്ഷെ കർത്താവിനെ കുറിച്ച് പറയപ്പെട്ടിരുന്നത് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ തന്നെ സകല ജാതികൾക്കും അല്ലെ സകല ജനത്തിനുമുള്ള സദ്വാർത്തയാണ്. എന്നാൽ ഈ ഇസ്രായേൽ ജനം അവനെ തിരസ്കരിക്കേണ്ടത് ആവശ്യവുമായിരുന്നു, ലോകത്തിൽ എല്ലാവർക്കും ആ രക്ഷ കൈവരിക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ ഇദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന ഒരു മിനിസ്ട്രി നമ്മൾ ഇദ്ദേഹത്തിന്റെ വീഡിയോകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. വ്യത്യസ്തമായ ഒരു മിനിസ്ട്രിയാണ് പൗലോസ് ചെയ്തത്. ശേഷം അപ്പോസ്തലന്മാരുടെ മിനിസ്ട്രി അല്ല. പൗലോസിന്റെ മിനിസ്ട്രി ആകട്ടെ അത് ജാതികൾക്ക് വേണ്ടി മാത്രമുള്ള രക്ഷയുടെ മിനിസ്ട്രി ആയിരുന്നു. പത്രോസിന്റെ മിനിസ്ട്രി അല്ലെങ്കിൽ ശേഷം അപ്പോസ്തലന്മാരുടെ മിനിസ്ട്രി യഹൂദന്മാരുടെ ഇടയിൽ ഉള്ളതായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്റെ ചോദ്യം വിൽസൺ ബ്രദറിനോടാണ്. പൗലോസിന്റെയും പത്രോസിന്റെയും അല്ലെങ്കിൽ മെയിൻ സ്ട്രീം അപ്പോസ്തലന്മാരുടെയും ശുശ്രൂഷകൾ തമ്മിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ ഒരു ഓഡിയൻസിനെ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു മിനിസ്ട്രി ആയിട്ട് നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയുമോ? അതിനെ സംബന്ധിച്ച് ബൈബിൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
Praise the Lord. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞ അത് അതിന്റെ ബാലൻസ് ഈ സ്നാനം യഹൂദന്മാർക്ക് വേണ്ടി മാത്രമോ എന്നുള്ളതിന്റെ നിങ്ങളെ ഭരിക്കുന്ന വചനവും കൂടെ ജനങ്ങൾക്ക് ഇതിനിടയ്ക്ക് ഈ ചോദ്യം ആണ് ജോസഫ് റീസ് ഭാഷ ചോദിച്ചെങ്കിലും ബിൻസൺ ബ്രദറും ജോസഫ് റീസ് ഭാഷും അതിനെക്കുറിച്ച് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് അതൊന്ന് വിശദീകരിക്കണം കേട്ടോ. ഞാനത് പറയുകയായിരുന്നു. ഓക്കെ, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മളിവിടെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇസ്രായേലിന്റെ ജനം ദൈവജനമാണ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം അവരങ്ങനെ വിളിക്കപ്പെടുന്നു. പഴയ നിയമ പ്രകാരം അവര് വചനത്തിൽ അങ്ങനെ വിളിക്കപ്പെടുന്നു എന്ന് നമ്മൾ കാണുന്നു. പക്ഷെ എൻ്റെ ജനം ആരാകുന്നു? എൻ്റെ ജനം ആ ശരിയായ രീതിയിൽ നോക്കുമ്പോൾ വിശ്വാസപ്രകാരമാണ് ജനമാകുന്നത്. ഇപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമിന്റെ വിശ്വാസത്തെ ദൈവം ഒരു മാതൃകയായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. പക്ഷെ അബ്രഹാമിനെ ദൈവം വിളിച്ചത് എവിടെ നിന്നാണ്? തേരഹ് എന്ന ഒരു ജാതീയൻ എന്ന് നമ്മൾ ബൈബിളിൽ കാണുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഏകദൈവ വിശ്വാസത്തിൽ അല്ലാത്ത ഏവനും ജാതീയൻ എന്ന് വിളിക്കപ്പെടും. അതായത് ഒരു ദൈവം, ഒരു ആത്മാവായ ദൈവത്തെ, ആ ആത്മാവായ ദൈവത്തെ ആരാധിക്കുകയും അറിയുകയും ചെയ്യുന്നവരാണ് ദൈവജനം എന്ന് വിളിക്കപ്പെടുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവർക്കൊരു പിതാവേ ഉള്ളൂ, അവർക്ക് ഒരു ഭർത്താവേ ഉള്ളൂ. ആത്മീയ പ്രകാരം, രക്ഷയുടെ പദ്ധതി പ്രകാരം അവർക്കൊരു ഭർത്താവേ ഉള്ളൂ. അതാണ് മാനം ഈ ലോകത്തിൽ പോലും. അതുകൊണ്ടാണ് ദൈവം ആ രണ്ട് പദവിയെ എടുക്കുന്നത്. ദൈവം സൃഷ്ടാവെന്ന നിലയിൽ പിതാവും, ആ ദൈവം തന്നെ രക്ഷിതാവെന്ന നിലയിൽ ഭർത്താവും എന്ന് പറയുന്നു. അതുകൊണ്ട് ഏകൻ എന്ന് തന്നെ, അവൻ ഏകൻ തന്നെ ആകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഏകനായ ആ ദൈവത്തെ കാണുകയും വിശ്വസിക്കുകയും ചെയ്തതാണ് അബ്രഹാമിന് നീതിയായിട്ട് എണ്ണപ്പെട്ടതെന്ന് പറയുന്നു. പക്ഷെ അബ്രഹാമിനെ ദൈവം എവിടെ നിന്നാണ് വിളിച്ചത്? വിഗ്രഹ ആരാധിയായിരുന്ന, വിഗ്രഹത്തെ സേവിച്ചിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ദൈവം വിളിച്ചു വേർതിരിക്കുന്നത്. അപ്പോൾ ശരിയാണ്, ആ ഒരു മാതൃകയായിട്ടുള്ള ഒരു രാഷ്ട്രം, അല്ലെങ്കിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിൽ നിന്നും വന്ന ജഡപ്രകാരമുള്ള മക്കളുടെ ഒരു രാഷ്ട്രമായ ഇസ്രായേൽ എന്നും ദൈവം വിളിക്കുന്ന ആ ദൈവജനത്തെ ദൈവം അടിമത്തത്തിലേക്ക് നയിക്കുകയും പിന്നെ അവരെ വിളിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആ ഒരേ ദൈവം തന്നെയാണ് ആ പ്രവൃത്തിയാൽ അവരെ ദൈവജനമാക്കി മാറ്റിയത്. ആദ്യത്തെ ഉടമ്പടി അവരോട് ചെയ്യുമ്പോഴാണ് അവരുടെ ജനമായി മാറുന്നത്. അതുപോലെ ആ ദൈവം തന്നെ പറയുന്നു, യെരമ്യാ പ്രവചനം 31-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഞാനൊരു പുതിയ നിയമം ചെയ്യുന്ന ഒരു കാലം വരുന്നു. ആ പുതിയ നിയമത്തിൽ ജാതികളും ഉൾക്കൊള്ളും എന്നുള്ള കാര്യം യെശയ്യാവും പറയുന്നുണ്ട്, യെരമ്യാവും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു ജാതികളുടെ കാലം കഴിയുന്ന ശേഷം വരെ. അപ്പം ഈ ജാതികളുടെ കാലമുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ദൈവം ആദ്യം മുതൽ അന്ത്യം വരെ പഴയ നിയമത്തിൽ പറയുമ്പോൾ, എന്തുകൊണ്ട് ജാതികളെ ഉൾക്കൊള്ളാൻ ഉള്ള നിയമം അല്ല എന്ന് ഇദ്ദേഹം പറയുന്നത് വളരെ ഒരു എന്താ വെച്ചാൽ ബാലിശമായ, വെറും വചനം വെളിപ്പെടാത്ത ഒരു രീതിയിലെ കാര്യമാണ് പറയുന്നത്. ബേസിക്കലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വാക്യം പോലും, ആ ഒരു അദ്ദേഹം പറഞ്ഞ ആ സ്ത്രീയുടെ വാക്യം പറയുമ്പോഴും ആ ദൈവം, കർത്താവായ യേശു ക്രിസ്തു ആ ദൈവത്വത്തിൽ ആ സ്ത്രീയെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവരോട് പറയുന്നു, നായക്കുട്ടികൾക്ക് അല്ല എൻ്റെ സ്വന്തം മക്കൾക്ക് കൊടുക്കേണ്ടത് നായക്കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കും? അപ്പം സ്വന്തം ജനം ആരാണ്? മക്കളാണ്. പിതാവായിട്ടാണ് അവിടെ യേശു ക്രിസ്തു അവിടെ സംസാരിക്കുന്നത്. പിതാവെന്ന രീതിയിലാണ് എൻ്റെ സ്വന്തം മക്കൾക്ക് കൊടുക്കേണ്ടത് ഞാൻ എങ്ങനെ നായക്കുട്ടികൾക്ക് കൊടുക്കുമെന്ന്. അപ്പോൾ ആ സ്ത്രീയുടെ വിശ്വാസ പ്രമാണമാണ് നമ്മൾ അവിടെ കേൾക്കുന്നത്. അവള് പറയുന്നത് ഒരു യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന, അപ്പൊ അവക്കറിയാം യജമാനൻ ആരാണെന്ന്. അപ്പോൾ നമ്മൾ ജാതികളായാലും ആ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിൽ നിന്നും വന്ന ജഡപ്രകാരമുള്ള സന്തതികളായാലും
നമ്മൾക്ക് ഒരു യജമാനൻ മാത്രമേ ഉള്ളൂ. ഒരു ആദാമും ഹവ്വായിൽ നിന്നും നമ്മളെ ദൈവം സൃഷ്ടിച്ച് ഈ ലോകത്തിലാക്കി. അതിൻ്റെ ഇടയ്ക്ക് ദൈവം ഒരു വേർതിരിവ് ഒരു വേർപാട് കാണിച്ചു, അബ്രഹാമിനെ വിളിച്ചു. അതുപോലെ നമ്മൾ കാണുന്നു നോഹയുടെ സമയത്ത് നടന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ദൈവം പല സമയത്ത് തൻ്റെ ജനത്തെ വിളിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, അവിടെ ശരിക്കും ആ സ്ത്രീയുടെ ആ ഒരു വിശ്വാസത്തെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അവിടെ കർത്താവ് ആ വാക്യം ഉപയോഗിക്കുന്നത്. പക്ഷെ അവൾക്ക് ആത്മാവാൽ അവിടെ വചനവും കൊടുത്തു. എൻ്റെ യജമാനന്റെ മേശയിൽ നിന്നും വീഴുന്ന ഇത് എനിക്ക് ലഭിക്കാനുള്ള അധികാരമുണ്ട്, ഒരു നായക്ക് അധികാരമുണ്ടെന്നുള്ള കാര്യം അവൾ അവിടെ പറയുന്നുണ്ട്. അവൾക്കറിയാം യജമാനൻ ആരാണെന്ന്. അപ്പോൾ അവിടെ അവക്ക് ആ വിശ്വാസപ്രകാരം അവിടെ കൃപ ലഭിച്ചു എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നു. അപ്പോൾ ഇവരൊക്കെ എല്ലാം ഉപയോഗിക്കുന്ന ഒരു ഭാഗികമായ ഒരു കാര്യം എടുത്തുകൊണ്ട് അതിനെ മൊത്തത്തിൽ ഒന്ന് തെറ്റായി കാണിച്ചതാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നു ജാതികളിലേക്കും സകല ജാതികളിലേക്കും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും കടന്നു പോകണമെന്ന് അവരോടുള്ള ഒരു പ്രമാണം. പക്ഷെ ദൈവം പല സ്ഥലത്തേക്ക് പല അപ്പോസ്തലന്മാരെ നിയമിക്കുകയും അവരെ അയക്കുകയും ചെയ്തു. പൗലോസിനെ ജാതികൾക്കുള്ള സുവിശേഷകൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പല സ്ഥലത്തും എത്തിച്ചേർന്നത് പൗലോസ് ആയതുകൊണ്ടാണ് ജാതികൾക്കുള്ള സുവിശേഷകൻ എന്ന് പൗലോസും സ്വയം വിശേഷിപ്പിക്കുന്നത്. എന്നുകൊണ്ട് ബാക്കിയുള്ളവർ ജാതികളിലേക്ക് കടന്നു പോയിട്ടില്ല എന്നില്ല. തിമോത്തിയോസ് അല്ലെങ്കിൽ ആദ്യ അപ്പോസ്തലന്മാരിൽ പലരും, ഇപ്പൊ പത്രോസാണ് കൊർനെലിയോസിന് സ്നാനം കൊടുക്കുന്നത്. അപ്പൊ സ്നാനം ജാതികൾക്ക് ഇല്ല എന്ന് പറയുന്നത് അവിടെ തന്നെ അദ്ദേഹം തെറ്റിപ്പോയി. പിന്നെ നമ്മൾ കാണുന്നു എത്യോപ്യൻ ആയ ഫിലിപ്പോസ് എത്യോപ്യന് സ്നാനം കൊടുക്കുന്നു. അപ്പൊ അവിടെയും ഒരു അന്യദേശക്കാരന് അവൻ ആണുമല്ല പെണ്ണുമല്ല, എന്നിട്ടും അവന് അതിൻ്റെ അധികാരമുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി ഈ ക്രിസ്തുവിൽ ഉള്ളവർ എല്ലാം ഇസ്രായേലിന്റെ ഭാഗമായി തീർന്നു എന്ന് എഫെസ്യർക്ക് എഴുതിയ ലേഖനവും ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2, 3, 4 അധ്യായങ്ങൾ 2 ചാപ്റ്റേഴ്സും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നിങ്ങൾ ഇനി ആണല്ല പെണ്ണല്ല, നിങ്ങൾ ജാതിയെന്നില്ല, നിങ്ങൾ യഹൂദനെന്നില്ല, നിങ്ങൾ യവനനെന്നില്ല, നിങ്ങൾ ഒന്നുമല്ല, നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിലോ നിങ്ങൾ ഇസ്രായേൽ ഭവനത്തിന്റെ ഭാഗമായി തീർന്നു, നിങ്ങൾ ആ രാജ്യത്തിന്റെ പൗരന്മാരായി തീർന്നു. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത്, ദൈവജനം എന്ന് പറയുന്നത് ആരാകുന്നു? ദൈവത്തിന്റെ ആത്മാവാൽ ജനിച്ചവരാകുന്നു, ദൈവത്തിന്റെ ആത്മാവാൽ വീണ്ടെടുക്കപ്പെട്ടവരാകുന്നു, ദൈവത്തെ അറിയുന്നവരാകുന്നു, ദൈവം ആരെന്നറിയുന്നവരാകുന്നു, ആ ദൈവത്തെ മാത്രം ആരാധിക്കുന്നവരാകുന്നു. അതാണ് ദൈവജനം എന്ന് നമുക്ക് വചനത്തിൽ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലും കാണുന്നു, അബ്രഹാമിന്റെ സന്തതി ആയവർ, സന്തതി എന്ന് പറയുന്നത് ഏകനാകുന്നു, അത് ക്രിസ്തു ആകുന്നു. ആ ക്രിസ്തുവിന്റെ ആത്മാവാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് അബ്രഹാമിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. അല്ലാതെ ജഡപ്രകാരമുള്ള സന്തതി അല്ല അബ്രഹാമിന്റെ സന്തതി എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇത് തന്നെ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ കർത്താവ് അവരോട് പറയുമ്പോൾ, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി ആയിരുന്നെങ്കിൽ എന്നെ കണ്ട് അറിഞ്ഞേനെ, പക്ഷെ നിങ്ങൾ അറിയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി അല്ല, നിങ്ങളുടെ പിതാവ് സാത്താൻ അത്രയെന്ന് പറയുന്നു. അപ്പൊ ഈ ദൈവജനം എന്ന് അവരെ മാത്രം കാണിക്കുന്നത് പലയിടത്തും ഇത് തെറ്റ് തന്നെയാണ്. ദൈവജനം ഒരു കൂട്ടം മാത്രമേ ഉള്ളൂ. അത് പുതിയ നിയമമായാലും പഴയ നിയമമായാലും നമ്മൾ കാണുന്നു. ആരാണ് ദൈവത്തിന്റെ മക്കൾ? ക്രിസ്തുവിന്റെ ആത്മാവാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, അബ്രഹാമിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുകയും ഇസ്രായേൽ രാജ്യത്തിന്റെ ഭാഗമായി തീർന്നവരുമായിട്ട് വചനം നമ്മളെ കാണിച്ചു തരുന്നത് ഒരു സുവിശേഷം, അതായത് യഹൂദനായാലും യവനനായാലും ഒരു സുവിശേഷം, ഒരേ ആത്മാവ്, ഒരേ ദൈവം, പിതാവ് ആയ ഒരുവൻ മാത്രം, അവൻ മുഖാന്തരം സകലതും, അവൻ തന്നെ സകലരിലും ഇരിക്കുന്നവനുമായ ഒരു പിതാവായ ഏക ദൈവം മാത്രമേ നമുക്കുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. അപ്പോൾ നമ്മൾ 2 കൂട്ടർ കാണുന്നില്ല, നമ്മൾ 2 ഗ്രൂപ്പ് കാണുന്നില്ല, നമ്മൾ 2
ഭാഗമായിട്ടേ കാണുന്നുള്ളൂ. ക്രിസ്തുവിന് മുമ്പേ വന്നവരും ക്രിസ്തുവിന് ശേഷം വന്നവരും രണ്ടുപേരും ക്രിസ്തു വരും എന്ന് വിശ്വസിച്ചവരാണ്, അല്ലെങ്കിൽ ക്രിസ്തു വന്നു എന്ന് വിശ്വസിച്ചവർ മാത്രമാണ്. ഈ രണ്ട് കൂട്ടം മാത്രമേ നമ്മൾ ബൈബിളിൽ കാണുന്നുള്ളൂ. വേറൊരു കൂട്ടം നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. ഞാനത് ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും ഹല്ലേലൂയ. വളരെ വ്യക്തമാണ്. പഴയ നിയമത്തിലെ അബ്രഹത്തോട് ചെയ്ത ഉടമ്പടി പ്രകാരം നമുക്കറിയാം, അബ്രഹാമിൽ ദൈവത്തിന്റെ ഒരു പ്രോഫസി ഇങ്ങനെയാണ്: നിന്റെ സന്തതി വഴി ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുണ്ട്. അപ്പം ദൈവം അബ്രഹത്തോട് ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ കർത്താവിന്റെ ദാസൻ ബ്രദർ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമോ ഒരു ജാതിയോ ഉണ്ടായിരുന്നില്ല. അപ്പൊ പരിച്ഛേദനയിൽ തന്നെ ഒരു ജാതിയനോട് വാഗ്ദത്തം ചെയ്യുന്നത് നിന്റെ സന്തതി വഴി ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ആ സന്തതി യേശുക്രിസ്തു എന്ന് നമുക്കറിയാം. അപ്പൊ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ആദാമ്യ സന്തതികൾക്ക് വന്ന പാപ നിമിത്തമുള്ള ദൈവസന്നിധിയിൽ നിന്ന് വേർപാടിനെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന മുഖപക്ഷമില്ലാത്ത ദൈവം താൻ തെരഞ്ഞെടുത്ത അബ്രഹാമ്യ കുടുംബത്തിൽ നിന്ന് യാക്കോബിന്റെ സന്തതി വരെ തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തെയും ബഹുജാതികളായിട്ടുള്ള എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നായി കാലസമ്പൂർണതയിൽ ഒന്നായി ചേർക്കുക എന്നുള്ള ദൈവിക പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ വേർപാടില്ലാത്ത ഏക മനുഷ്യരെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികൾ എന്നുള്ള നിലയിൽ ഒന്നായി കാണുന്ന ആ ദൈവിക പ്രമാണത്തെയാണ് ഇവിടെ ഇങ്ങനെയുള്ള സഹോദരന്മാർ വീഡിയോകൾ വഴി ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്നത്. അപ്പോ തീർച്ചയായിട്ടും കർത്താവിന്റെ ദാസൻ അതിനുവേണ്ടി തെരഞ്ഞെടുത്ത് പ്രസ്താവിച്ച കാര്യങ്ങളും തിരുവെഴുത്തുകളൊക്കെ വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് യെരമ്യ 31 അത് നിവൃത്തിയാകുന്നതിനെ സംബന്ധിച്ച് എബ്രായർ 8 പറയുന്ന ആ പുതിയ ഒരു ഉടമ്പടി ചെയ്യുന്ന ആ കാലം, ആ പുതിയ ഉടമ്പടിയിലേക്ക് ഇന്ന് അവർക്ക് വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കർത്താവിന്റെ ദാസൻ പറയുന്നത് ആ ഉടമ്പടിയിൽ അവർ നിലനിന്നില്ല. ഇന്ന് ഈ ഗേറ്റ് മിനിസ്ട്രീസ് അടക്കമുള്ള ആളുകൾ കർത്താവിന്റെ പുതിയ ഉടമ്പടിയിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പോ അടുത്ത ഞാൻ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഈ ഓൺലൈൻ ലൈവ് സെഷനിലേക്ക് കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസൻ രാജു പാസ്റ്ററോടാണ്. എന്റെ ചോദ്യം ഇതാണ്: ഈ ഇങ്ങനെയുള്ള ആളുകൾ പറയുന്ന ഒരു രണ്ടുവിധ മിനിസ്ട്രിയെ കുറിച്ച് പറയുന്നു. നമ്മളെല്ലാം ജാതികളാണ്, അതുകൊണ്ട് നമുക്ക് പൗലോസിന്റെ ശുശ്രൂഷ മതി. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ തുടങ്ങിയ ശിഷ്യന്മാരെല്ലാവരും അവരുടെ മിനിസ്ട്രി ചെയ്തത് യഹൂദന്മാരുടെ ഇടയിലാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷയിൽ സ്നാനം എന്നൊന്നില്ല എന്നുള്ള ഒരു വാദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ബൈബിളിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ ഉപദേശം ഇല്ലാത്ത ആളുകൾക്കൊക്കെ അങ്ങനെ ഒരു കാര്യം, പ്രത്യേകിച്ച് സ്നാനം പോലുള്ള വളരെ ഗൗരവമേറിയ ഒരു പാപിക്ക് ദൈവരാജ്യം വാഗ്ദത്തം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളിൽ ഭാഗവാക്കായി തീരുവാൻ അവസരമൊരുക്കുന്ന ഈ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഈ ശുശ്രൂഷ അവഗണിക്കുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ മനുഷ്യരുടെ ഉദ്ദേശം, മനുഷ്യരാരും ദൈവരാജ്യത്തിൽ പോകരുത്, സാത്താന്റെ രാജ്യത്തിൽ വിവിധ ഡിനോമിനേഷനിൽ പെട്ടുകിടക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്നാനം പോലെ ഒരു കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി പിശാചിന്റെ പിടിയിൽ നിന്നും അവന്റെ കൺട്രോൾ പോവുകയാണ്. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി പിശാച് നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു ഉപദേശമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പൊ എനിക്ക് രാജു പാസ്റ്ററോട് ചോദിക്കാനുള്ള ചോദ്യം, പത്രോസിന്റെയും പൗലോസിന്റെയും അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ പ്രസംഗിച്ച, അല്ലെങ്കിൽ യഹൂദ മത അനുസാരികളുടെ ഇടയിൽ പ്രസംഗിച്ച അപ്പോസ്തലന്മാരായ പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും സുവിശേഷത്തിൽ നിന്ന് വിഭിന്നമായ ഒരു സുവിശേഷം ആണോ, അത് സ്നാനം വേണ്ട എന്ന് പറയുന്ന ഒരു സുവിശേഷം ആണോ പൗലോസ് പ്രസംഗിച്ചത്? അതിന് ആധികാരികമായ ഏതെങ്കിലും ഒരു തിരുവെഴുത്തുകൾ പൗലോസ് അപ്പോസ്തലത്വം സ്വീകരിച്ചത് മുതൽ ഉള്ള അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ നടത്തിയിട്ടുള്ള റോമർ മുതൽ ഗലാത്തിയ, എഫെസൂസ്, അതുപോലെ പിന്നെ തെസലോനിക്ക, അതുപോലെ തന്റെ ശിഷ്യന്മാരായ ഫിലമോൻ, തീത്തോസ്, തിമോത്തി തുടങ്ങിയവർക്ക് വേണ്ടി എഴുതിയ കത്തുകളിൽ എവിടെയെങ്കിലും സ്നാനം വേണ്ട എന്ന് പറയുന്ന ഒരു വേദഭാഗം കാണിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരക്കാർക്ക് ഹല്ലേലൂയ നമുക്ക് അവരുടെ വാദത്തോട് നമുക്ക് അംഗീകരിക്കേണ്ടി വരും. അല്ല എങ്കിൽ സ്നാനം എന്ന ദൈവത്തിന്റെ
ആ കൽപ്പന ഇവരെല്ലാവരും ഒരുപോലെ ഏറ്റെടുത്തിട്ടുണ്ടോ? അതിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ നിരത്തി ചില സമയങ്ങൾ സംസാരിക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കുകയാണ്. കർത്താവ് തീർച്ചയായിട്ടും ധാരാളമായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. കൃപയാൽ എനിക്കും കടന്നു വരുവാൻ ഇടയായി. ഇന്ന് സംസാരിച്ച വിഷയത്തോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തതായിരിക്കുന്ന വിഷയത്തിൽ അപ്പോസ്തലന്മാരുടെ സ്ഥാനങ്ങൾ എന്താണെന്നും അവര് സകല ജാതികളോടും സുവിശേഷം അറിയിച്ചോ എന്നൊക്കെയും നമുക്ക് ചിന്തിക്കുവാനിടയായി. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലവും പ്രാപിച്ചു എന്നാണ്. ഈ അപ്പോസ്തലന്മാരെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ അവരെ മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, അവർ ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചവരും ക്രിസ്തുവേശുവിന്റെ മഹത്വത്തിനായി, അവന്റെ മഹിമയ്ക്കായി, അവന്റെ സന്ദേശവാഹകരായും മാത്രമല്ല ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. ആദ്യം അപ്പോസ്തലന്മാരെ നമ്മൾ മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആദ്യം യഹൂദയെ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ 12 ഗോത്രങ്ങളിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അയക്കുകയും, രണ്ടാമത് മത്തായി സുവിശേഷം 28-19 വായിക്കുമ്പോൾ സകല ജാതികളിലേക്കും പറഞ്ഞയക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം സഞ്ചരിച്ച സ്ഥലങ്ങളെ നമ്മൾ വിസ്തരിച്ച് പഠിക്കുമ്പോൾ അവർ മാത്രമല്ല, ഞങ്ങൾ എന്നിവിടെ പറഞ്ഞിരിക്കുന്ന ഈ അപ്പോസ്തലന്മാരും സകല ജാതികളിലും തന്റെ മഹത്വമേറിയ ശുശ്രൂഷ നടത്തി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്നാനം എന്നുള്ളതായിരിക്കുന്ന വിഷയം വേണ്ട എന്ന് പറയുന്നു എങ്കിൽ, എബ്രയ ലേഖനം നമ്മൾ 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 7 വിധ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ 6 വിധ കാര്യം പാലാണ് എന്നാണ് പറയുന്നത്. അതിലൊന്ന് നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം കൃത്യമായും അവർ പഠിപ്പിച്ചിരുന്നു എന്നാണ്. കൈവപ്പ്, നിത്യശിക്ഷാവിധി, മരിച്ചവരുടെ പുനരുത്ഥാനം എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ ആദ്യ വചനം വിട്ട് ക്രിസ്തുവിനിൽ പരിജ്ഞാന പൂർത്തിയായി ഉള്ളവരായി തീരണമെന്നാണ്. പത്രോസ് ലേഖനത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്നാനം ഒരു മുൻകുറിയാകുന്നു എന്നുള്ളതാണ്. അത് നോഹയ്ക്ക് പെട്ടകത്തെ കാണിച്ചുകൊണ്ടാണ് അവിടെ സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എബ്രയയിൽ എഴുതിയ സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം എന്ന് പറയുമ്പോൾ വിവിധ സ്നാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ആ സ്നാനം എന്തിനാണെന്ന് റോമാലേഖനത്തിൽ പിന്നെയും എഴുതിയിരിക്കുന്നു. യേശു ക്രിസ്തുവിനോട് ചേരുവാനാണ്, അവന്റെ മരിച്ച് അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുക. ഇങ്ങനെ നമ്മൾ ലേഖനങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ സ്നാനം ഒഴിച്ചുകൂടുവാൻ പറ്റാത്തതായ ദൈവത്തിന്റെ ഒരു കൽപ്പനയാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ സ്നാനം തുടർ ലേഖനങ്ങളിൽ, മത്തായി സുവിശേഷങ്ങളിൽ മാത്രമല്ല, ഇത് പഴയ നിയമത്തിൽ നിഴലായി നിന്നിരുന്നു എന്നുള്ളതാണ്. ഇത് സ്നാനത്തിന് മുൻകുറിയാകുന്നു എന്ന് നമുക്ക് അവിടെ വായിക്കുന്നു പത്രോസ് എഴുതിയ ലേഖനത്തിൽ. അപ്പോൾ അവിടെ തൊട്ട് നമുക്ക് സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് മേഘത്തിലും സമുദ്രത്തിലും സ്നാനം എന്നുള്ളതായിരിക്കുന്ന പ്രക്രിയ പഴയ നിയമത്തെ നിഴലായി നിൽക്കുമ്പോൾ അതിന്റെ പൊരുളായി ക്രിസ്തുവിന്റെ മരിച്ചടക്ക പുനരുത്ഥാനത്തെ അതിനോട് ഏകീഭവിക്കുന്ന ശുശ്രൂഷയായി ഇത് ചെയ്യണമെന്ന് കാണുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2:38 അത് തന്നെയാണ്. ഇപ്പൊ സ്നാനം എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസത്തിന്റെ ആധാരമായ ഒന്നാണെന്ന് ഓരോ ലേഖനങ്ങളിലൂടെ
ഓരോ ദൈവദാസനും, പൗലൂസ് മാത്രമല്ല, പത്രോസ് മാത്രമല്ല, അപ്പോസ്തലർ പ്രവൃത്തി 19 വായിക്കുമ്പോൾ പൗലൂസ് അവിടെ ചെയ്യുന്നതായി കാണുന്നു. അപ്പോൾ സ്നാനം എന്നുള്ളതായിരിക്കുന്ന ആ ശരിയായ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നമ്മൾ മത്തായി സുവിശേഷത്തിലും വായിക്കുന്നത്, 28 വായിക്കുന്നത്, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാൻ പറഞ്ഞിരിക്കുന്നു, സ്നാനപ്പെടുത്തി ഉപദേശിച്ച് എന്ന് നമുക്ക് കാണുവാൻ. അത് വലിയൊരു കൽപ്പനയാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സ്തോത്രം ജാതികൾ വിശ്വാസത്തിന്റെ അനുസരണം പ്രാപിക്കേണ്ടതിന് അവരെ ദൈവം തിരഞ്ഞെടുത്തു. സകല ജാതികളിലും പോയി സുവിശേഷം പ്രസംഗിക്കുക, ഉപദേശിക്കുക, സ്നാനപ്പെടുത്തുക. ഇത് നിഴലായി പഴയ നിയമത്തിൽ നിൽക്കുന്നു, പൊരുളായി വിവിധ സ്നാനങ്ങളുടെ ഏകീകരണം ക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ക്രിസ്തുവിനോട് ചേരുവാൻ നാം സ്നാനമേറ്റിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുക. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. വളരെ സുവ്യക്തമാണ്. കർത്താവിന്റെ ദാസനും വളരെ വ്യക്തമായിട്ട് അടിസ്ഥാനപരമായ ദൈവിക ആലോചനകൾ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോ അധികം ദീർഘമാക്കാതെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം എഴുതുമ്പോൾ നമുക്കറിയാം, ഗലാത്യ സഭ ഏതാണ്ട് സമ്മിശ്ര ജാതികളുടെ സഭയാണ്. ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്നിട്ടുള്ള ഒരു ജനസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പൗലോസ് ഇങ്ങനെ പറയുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും. അതായത്, യഹൂദിയയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോ ഒരിക്കൽ താൻ മുടിച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാന ഉപദേശമാണ് സ്നാനപ്പെടുക എന്നുള്ളത്. എന്ന് വെച്ചാൽ നമുക്കറിയാം, അപ്പോസ്തലന്മാരുടെ യെരുശലേമിൽ ആരംഭിക്കപ്പെട്ട ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ 7 ഉപദേശങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായ ഉപദേശമാണ് സ്നാനം, അല്ലെങ്കിൽ ആ കർമ്മം. അത് പ്രസംഗിച്ചുകൊണ്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുകയും ആ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏൽക്കണമെന്ന് ഉപദേശിക്കുന്ന ആ ക്രൈസ്തവ സഭയെ മുടിച്ചിരിക്കുന്ന താൻ തന്നെ അതേ ഉപദേശം പ്രസംഗിക്കുന്നുവെന്ന് യെരുശലേമിലുള്ള സഭകൾ കേട്ടു എന്നാ പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം നമുക്ക് വ്യക്തമാണ്. പ്രിയ ഗേറ്റ് വേ മിനിസ്ട്രിയുടെ തോമസ് അച്ചായ ഞങ്ങൾക്ക് പറയാനുള്ളത്, അപ്പോസ്തലനായ പത്രോസും അപ്പോസ്തലനായ പൗലോസും പ്രസംഗിച്ച സുവിശേഷം ഒന്ന് തന്നെയാണ്. അവർ രണ്ടുപേരും ഹല്ലേലൂയ ദൈവത്തിന്റെ ശുശ്രൂഷയുടെ ഭാഗമായി യെരുശലേമിലും യഹൂദന്മാരുടെയിലും ജാതികളുടെയിലും പ്രസംഗിച്ചുവെങ്കിലും ദൈവത്തിന്റെ വിശുദ്ധ സഭ എന്ന് പറയുന്നത് യഹൂദന്മാർ 3000 പേര് സ്നാനപ്പെട്ട് തുടങ്ങിയതാണെങ്കിൽ, ഇന്ന് ഞങ്ങളും നിങ്ങളും ഇരുന്ന് ഈ കാര്യം ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഇന്നോളം ഈ ഭൂമിയുടെ അറ്റത്തോളം പരന്നിരിക്കുന്ന ഈ വിശ്വാസത്തിന്റെ ആധാരം യെരുശലേമിൽ യഹൂദന്മാരാൽ സ്ഥാപിതമായതെങ്കിലും അത് പിന്നീട് പടർന്നു പന്തലിച്ച് വളർന്നത് അതേ ഉപദേശം കൈക്കൊണ്ട് അവരെല്ലാവരും ഒരുപോലെ പാപങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പാപമോചനം പ്രാപിച്ച് യെരൂശലേമിൽ ആരംഭിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ സത്യശരീരമാകുന്ന വിശുദ്ധ സഭയുടെ ഭാഗമായിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയ തോമസ് അച്ചായനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനിയും ഇത്തരത്തിൽ ജനങ്ങളെ വഞ്ചിക്കരുത്. കാരണം ഈ വഞ്ചനയ്ക്ക് താങ്കൾക്ക് ഒരിക്കലും കൊടുത്തു തീർക്കാൻ കഴിയാത്ത വിലയാണ് കൊടുക്കേണ്ടി വരിക. കാരണം ബൈബിൾ പറയുന്നത് ന്യായവിധി, കടുത്ത ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് അധികം ആളുകൾ ഉപദേഷ്ടാക്കന്മാരാകരുത്. നിങ്ങൾ സ്നാനം ഒരിക്കൽ ഏറ്റ പലരെയും സ്നാനം വേണ്ട എന്ന് പഠിപ്പിച്ച് അവർ യേശുക്രിസ്തുവിനോട് ചേരുവാൻ ഏറ്റ സ്നാനമല്ലവർ അറിഞ്ഞോ അറിയാതെയോ ട്രിനിറ്റിയിലെടുത്ത് സ്നാനം പോലും റദ്ദ് ചെയ്യുന്ന തരത്തിൽ ദുരുപദേശങ്ങളെ കൊണ്ട് അവരെ വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഇതിന് കടുത്ത ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് ഞങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്കൊരു താക്കീത് തരാനായിട്ട്, ഒരു വാണിംഗ് തരാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ ഉപദേശം ഒരിക്കലും ദൈവികമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓഡിയൻസിനെ, ഇത്തരത്തിലുള്ള ഒരു ഓഡിയൻസിനെ വശീകരിക്കാൻ നിങ്ങളുടെ പ്രസന്റേഷന്റെ കഴിവുകൊണ്ട് കഴിയുമായിരിക്കാം. കാരണം സാത്താൻ വലിയ വശീകരണവാദി ആയിരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. അവന്റെ വശീകരണത്തോളം ഒന്നും നിങ്ങൾക്ക് വശീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇന്ന് അവൻ ഒറ്റയ്ക്ക് ഏദൻ തോട്ടത്തിൽ മനുഷ്യവർഗത്തെ മുഴുവൻ പാപത്തിനും മരണത്തിനും ഇടയാക്കിയെങ്കിൽ നിങ്ങളെ പോലുള്ള അനുയായി വൃന്ദങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് രക്ഷയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ നിങ്ങൾ ചതിച്ചും വഞ്ചിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, അപ്പോസ്തലന്മാർ യെരൂശലേമിൽ തുടങ്ങിയ ആ സുവിശേഷം
അപ്പോസ്തലന്മാർക്ക് 10:22-19 കൊടുത്ത കമ്മീഷൻ പ്രകാരം അപ്പോസ്തല പ്രവൃത്തി 22:2-38 ആരംഭിക്കപ്പെട്ട യഥാർത്ഥ ഉപദേശം ഇന്നും അസ്തമിച്ചിട്ടില്ല. പ്രിയ സുഹൃത്തെ, കർത്താവിന്റെ മധ്യാകാശ വരെ അത് തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇത്തരം വഞ്ചനകൾ തുടർന്നുകൊണ്ട് പോകാം. കടുത്ത ശിക്ഷാവിധി നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതിനോട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ വാക്കുകൾ പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ.